റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യത. കെഎസ്ഇബിയുടെ ഒരു കരാർ കൂടി നാളെ അവസാനിക്കും. 200 മെഗാവാട്ട് വൈദ്യുതിയുടെ കരാറാണ് അവസാനിക്കുന്നത്. നേരത്തെ 200 മെഗാവാട്ടിന്റെ മറ്റൊരു കരാറും അവസാനിച്ചിരുന്നു. ചൊവ്വാഴ്ച മുതൽ ലഭിക്കാതാവുക 400 മെഗാവാട്ട് വൈദ്യുതിയാണ്. 250 മെഗാവാട്ട് വാങ്ങാനുള്ള അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ 22-ന് പരിഗണിക്കും. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, ഈ കരാർ കൂടി അവസാനിക്കുമ്പോൾ എന്ത് പരിഹാര നടപടിയാണ് എടുക്കുന്നത്? ശ്രുതി, വലിയൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നു വൈദ്യുതിയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അതായത് 15-ാം തീയതിയാണ് ആദ്യത്തെ കരാർ, അതായത് 200 മെഗാവാട്ടിൻ്റെ കരാർ അവസാനിച്ചത്. അതോടുകൂടി 200 വാട്ട് ലഭിക്കാതായി, സ്വാഭാവികമായിട്ട് ലഭിക്കാതായി. പക്ഷേ നാളത്തോടുകൂടി മറ്റൊരു 200 മെഗാവാട്ടിൻ്റെ കരാർ കൂടി അവസാനിക്കുകയാണ്. അതായത് 400 മെഗാവാട്ട് കുറവാണ് സംസ്ഥാനത്തിന് മറ്റന്നാൾ മുതൽക്ക് ലഭിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹ്രസ്വ കരാറിലൂടെ തത്സമയ വിപണിയിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള ഒരു പോംവഴി. അതിന്റെ ഭാഗമായിട്ട് കെഎസ്ഇബി ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ ദിവസം പരിഗണിച്ചില്ല. അത് പരിഗണിക്കാനായി 22-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് മാറ്റിവെക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ കഴിഞ്ഞാൽ പോലും യൂണിറ്റിന് 10 രൂപ 50 പൈസ വരെ വില നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വില നൽകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ആ അപേക്ഷയിൽ, അതായത് കെഎസ്ഇബി ഇപ്പോൾ നൽകിയിട്ടുള്ള അപേക്ഷയിന്മേൽ വിശദമായി വാദം കേട്ട ശേഷം മാത്രമേ റെഗുലേറ്ററി കമ്മീഷന് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധി. അതുകൊണ്ട് നാളെ ഈ കരാർ തീർന്നു കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച 400 മെഗാവാട്ടിന്റെ കുറവ് സംസ്ഥാനത്തുണ്ടാകും. ബുധനാഴ്ചയും അതേപടി തന്നെ തുടരും. 22-ാം തീയതി തീരുമാനമെടുത്താൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാനം വലിയ ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. അതേസമയം തന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മറ്റു പല മേഖലകളിലും, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിലേക്കൊക്കെ വലിയ രീതിയിൽ ഈ ശുദ്ധജലം വിതരണം ചെയ്യുന്ന പേപ്പാറ ഡാമിലൊക്കെ വലിയ രീതിയിൽ ഇതിന്റെ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇത്തരത്തിൽ അണക്കെട്ടുകളിൽ ജലവൈദ്യുത പദ്ധതികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധിയായിട്ട് കാണുന്നത്. എന്തായാലും 22-ാം തീയതി റെഗുലേറ്ററി കമ്മീഷൻ എടുക്കുന്ന തീരുമാനം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി അവസാനിപ്പിക്കാനായിട്ട് വൈദ്യുതി വില കൊടുത്ത് വാങ്ങുന്ന ഒരു നിലയിലേക്ക്, അതായത് 10 രൂപ 50 പൈസ എന്നുള്ള വില കൊടുത്ത് വാങ്ങുന്ന നിലയിലേക്ക് വരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും മറ്റന്നാളോടുകൂടി സംസ്ഥാനത്ത് ഈ പ്രതിസന്ധി തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.